ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പിറവിക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ്. തിരുസഭയിൽ, സിറോ സഭയിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഞായറാഴ്ച തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത്. ക്രൈസ്തവ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യവും ഉത്തരവാദിത്വവും. എറിക് ഇബ്സന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കഥയുണ്ട്, പാവ വീട്, ഡോൾസ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. അതിലെ കഥാനായിക നോറ തൻ്റെ വീട് വിട്ട് ഇറങ്ങാനായിട്ട്, വീട് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പം നോറ തൻ്റെ ഭർത്താവിനോടും കുട്ടികളോടും 3 കാരണങ്ങൾ അവൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീട് ഉപേക്ഷിക്കണേ എന്നുള്ളത്. ഒന്നാമത്തെ കാരണമായിട്ട് നോറ പറഞ്ഞ പ്രകാരമാണ്, ഈ വീട്ടിൽ നമ്മൾ ഗൗരവപരമായിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. രണ്ടാമതായിട്ട് നോറയുടെ പരാതി ഇതാണ്, അങ്ങനെ സംസാരം നിലച്ചു പോയതുകൊണ്ട് നമ്മൾ ആ പരസ്പരം അപരിചിതരായിട്ട്, അന്യരായിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നോറ പറയുന്നതാണ്, എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ് അവൾ പരാതി, നിങ്ങൾക്ക് ഈ വീട്ടിലെ ആവശ്യം എന്നെയല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയെ മാത്രമാണ്. നിങ്ങൾക്ക് ഈ വീട്ടിലെ ആവശ്യം എന്നെയല്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തുള്ളുന്ന ഒരു പാവയെ മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ വാതില് ശക്തിയായിട്ട് വലിച്ചടച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ആ കഥയുടെ പേര് തന്നെ ഡോൾസ് ഹൗസ്, പാവ വീട് എന്നാണ്. എറിക് ഇബ്സൻ ഒരു സ്വീഡിഷ് റൈറ്ററാണ്. എനിക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കാവുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഈ പാവ വീടുകളായിട്ട് നമ്മുടെ വീട് മാറുന്നുണ്ടോ എന്ന് ഈ തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ദിവസം ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നതാണ്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, വീട്ടിലെ ഈ സംസാരം നഷ്ടപ്പെട്ടു പോവുകയാണ്. സംസാരം നഷ്ടപ്പെട്ടു പോകുന്നത് എന്തായി, വീട്ടിലുള്ള എല്ലാവരും ഈ അന്യരായിട്ട്, അപരിചിതരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതിന്റെ പൂർത്തീകരണം എന്ന രീതിയിൽ ചിലപ്പോഴൊക്കെ മറ്റൊരാൾ വേറൊരാൾക്ക് ഒരു ഡോളായിട്ട്, പാവയായിട്ട്, അല്ലെങ്കിൽ വെറും ഒരു ഉപകരണം മാത്രമായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളൊരു അപകടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ തിരുക്കുടുംബത്തിന് വളരെ പ്രസക്തിയുണ്ട്. തിരുക്കുടുംബത്തെ കുറിച്ച് ബൈബിളിൽ എവിടെയൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിലാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന ലൂക്കയുടെ സുവിശേഷത്തിലാകട്ടെ, പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഈ ജോസഫ് തൻ്റെ ഭാര്യയെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നൊരു ഫ്രേസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ലൂക്കയുടെ സുവിശേഷത്തിൽ ബെത്ലഹേമിലേക്ക് പോകുമ്പോൾ ജോസഫ് തൻ്റെ ഗർഭിണിയായ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. വീണ്ടും ജോസഫ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി എന്ന് പറയുന്നു. വീണ്ടും ജോസഫ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുന്നു. വീണ്ടും ജോസഫ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് നസ്രത്തിൽ ചെന്ന് താമസിച്ചു എന്ന് പറയുന്നു. വീണ്ടും ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഔസപിതാവും മാതാവിനെയും ഉണ്ണീശോയും കൂട്ടിക്കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോകുന്നു. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എവിടെയൊക്കെ തിരുക്കുടുംബത്തെ വരച്ച് കാണിക്കുന്നുണ്ടോ അവിടെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവരിങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. കൂട്ടിക്കൊണ്ടുപോയി, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഔസപിതാവും മാതാവും ഉണ്ണീശോയും ഒരുമിച്ചാണ് യാത്ര പോയത്, അവർ ഒറ്റയ്ക്കല്ല. നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല ഗുണം എന്ന് പറയുന്നത് ഈ ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഒരുമിച്ചായിരിക്കുക, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ പറയുന്നത്. അപ്പൊ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ചായിരിക്കണം എന്നുള്ളതാണ് ഈ തിരുക്കുടുംബത്തിന് തിരുനാൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. നമ്മുടെ കുടുംബങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ എവിടേക്കും പോകുന്നു, ഒരു സിനിമയ്ക്ക് പോകുന്നു, ഒരു പിക്നിക്കിന് പോകുന്നു, ഒരു തീർത്ഥാടനം പോകുന്നു, ഒരു വിരുന്നിന് പോകുന്നു, നമ്മൾ ഒരുമിച്ചാണ് പോയിരുന്നത്. പിന്നെ എന്തായി, ഓരോരുത്തരും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് സമയവും താല്പര്യവും വാഹന സൗകര്യമായപ്പോൾ ഒറ്റയ്ക്കായിട്ട് മാറിപ്പോയി. അതുകൊണ്ട് ഈ ഒരുമിച്ചായിരിക്കുക എന്നുള്ള ആ ഒരു സുഹൃതം തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് ഉല്ലാസ വേളകൾ ചെലവഴിക്കുക. ഇതാണ് തിരുക്കുടുംബത്തിന് തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളും. മറ്റൊരു കാര്യം, ഇന്നത്തെ ലൂക്കാ സുവിശേഷത്തിന്റെ വായനയിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, ഔസപിതാവും മാതാവും കൂടി ഉണ്ണീശോയെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കാൻ കൊണ്ടുവരികയാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്, 8-ാം ദിവസം പരിച്ഛേദന കർമ്മം നടത്തുകയും ശിശുവിന് യേശു എന്നുള്ള പേര് വിളിക്കുകയും കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെ ദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ള നിയമം പാലിച്ചുകൊണ്ട് തിരുക്കുടുംബം ഉണ്ണീശോയെ, കടിഞ്ഞൂൽ പുത്രനായ ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചു. തിരിച്ച് 2 ചങ്ങാലികളെ കൊടുത്തുകൊണ്ട് ഉണ്ണീശോയെ വീണ്ടെടുക്കുകയാണ്. ഇത് യഹൂദരുടെ നിയമമാണ്. എന്ന് പറഞ്ഞാൽ തിരുക്കുടുംബം ഈ യഹൂദരുടെ പരമ്പരാഗതമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 3 കാര്യങ്ങൾ മിനിമം പാലിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന്, മറിയം തന്റെ ശുദ്ധീകരണ ദിവസങ്ങൾ പൂർത്തിയാക്കി. ആൺകുട്ടിയാണെങ്കിൽ 40 ദിവസവും, പെൺകുട്ടിയാണെങ്കിൽ 80 ദിവസവും യഹൂദ സ്ത്രീകൾ പ്രസവശേഷം ഈ പുറത്തിറങ്ങാതെ നിൽക്കണം. അതാണ് ശുദ്ധീകരണ ദിവസങ്ങൾ. അപ്പൊ ആ ശുദ്ധീകരണ ദിവസങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് മറിയം പുറത്തിറങ്ങുന്നത് തന്നെ. രണ്ടാമത്തെ, 8-ാം ദിവസം പരിച്ഛേദനം നടത്തണം എന്നുള്ളത് യഹൂദരുടെ നിയമമാണ്. അങ്ങനെ ഈശോനെ പരിച്ഛേദനം നടത്തുകയാണ്, പേരും വിളിക്കുകയാണ് യേശു എന്നുള്ളത്. മൂന്നാമത്തത്, ഈ യഹൂദരുടെ നിയമമാണ്, ഈ കടിഞ്ഞൂൽ പുത്രന്മാരെ സമർപ്പിച്ചിട്ട് അതിന് വീണ്ടെടുക്കണമെങ്കിൽ പ്രാവിൻ കുഞ്ഞിനെയോ ചങ്ങാലിയൊക്കെ സമർപ്പിക്കണം. ഔസപിതാവും മാതാവും പാവപ്പെട്ടവരായതുകൊണ്ട് അവർ ചങ്ങാലിയെ കൊടുത്തുകൊണ്ട് ഈ ശിശുവിനെ സമർപ്പിച്ച ശിശുവിനെ
വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ നിയമങ്ങൾ വളരെ ഭംഗിയായിട്ട് പാലിച്ചിരുന്നു എന്നുള്ളതാണ് തിരുക്കുടുംബത്തിന്റെ മറ്റൊരു സവിശേഷത. ഇത് സഭാ നിയമങ്ങളാകട്ടെ, രാഷ്ട്ര നിയമങ്ങളാകട്ടെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ട് മറ്റു നിയമങ്ങളാകട്ടെ, അതൊക്കെ പാലിക്കാനായിട്ടുള്ള ഒരു ബാധ്യത ഒരു കുടുംബം എന്ന രീതിയിൽ നമുക്കുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസപരമായ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഇടവകയുടെ നിയമങ്ങളുണ്ട്, കുടുംബ യൂണിറ്റിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, സംഘടനയുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, സഭാപരമായ നിയമങ്ങളുണ്ട്. ഇതിനോടൊക്കെ തർക്കിക്കാതെ ബഹളം വെക്കാതെ ഒരു ആത്മീയതയും മതാത്മകതയും ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് തിരുക്കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഔസപിതാവും മാതാവും കൂടി ഉണ്ണീശോയ്ക്ക് കൊടുക്കുന്ന പേര്, അല്ലെങ്കിൽ ശിശുവിന് കൊടുക്കുന്ന പേര് യേശു എന്നുള്ളതാണ്. യേശു എന്ന പേരിന്റെ അർത്ഥം എനിക്കറിയാം, അതൊരു ഹീബ്രു പ്രോപ്പർ നെയിമാണ്. യഹുഷ്വ എന്നുള്ള വാക്കിൽ നിന്നൊക്കെയാണ് അത് വരുന്നത്. അതിന്റെ അത് നമ്മൾ ജോഷുവ എന്നൊക്കെ പറയുന്ന ആ വാക്കാണ്. അതിന്റെ അർത്ഥം യാഹ്വേ സേവ്സ്, യഹോവ രക്ഷിക്കുന്നു എന്നുള്ളതാണ് യേശു എന്നുള്ള പേരിന്റെ അർത്ഥം. അതിന്റെ ഒരു ഈസ്റ്റ് സിറിയൻ വാക്കാണ് നമ്മൾ സാധാരണ പറയുന്ന ഈശോ എന്നുള്ള വാക്ക്. അതിന്റെ ഗ്രീക്ക് വാക്കാണ് യേസൂസ്, പിന്നെ അതിന്റെ ഇംഗ്ലീഷാണ് ജീസസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു അഥവാ രക്ഷകൻ എന്നാണ്. അതൊരു പ്രത്യാശയാണ്. നമുക്കറിയാം, ഈ യേശു എന്നുള്ള പേര്, ആ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു എന്നാണ് പറയണത്. എന്റെ നാമത്തിൽ പിശാചുകൾ വരെ പുറത്താകുന്നു എന്നൊക്കെയാണ് ശിഷ്യന്മാർ വന്നിട്ട് ഈശോന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ആ യേശു എന്നുള്ള പേര് പിശാചുകളെ പുറത്താക്കുന്ന നാമമാണ്, അല്ലെങ്കിൽ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന നാമമാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള സകലമാന ജനങ്ങളെയും ദൈവപിതാവിലേക്ക്, ആകാശത്തിന് കീഴെ യേശു എന്നല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആ നാമത്തിന്റെ ശക്തി തിരിച്ചറിയാനായിട്ടും അതിലൂടെ കൈവരുന്ന രക്ഷ ജീവിതത്തിൽ പകർത്താനായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ഈ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന, ഒപ്പം നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുപോകുന്ന തിരുക്കുടുംബമായിട്ട് മാറ്റുവാനായിട്ടും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.